കേന്ദ്ര നയങ്ങൾക്കെതിരെ തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് സംസ്ഥാനത്ത് ഹർത്താലായി മാറിയതോടെ ജനം വലഞ്ഞു. കെഎസ്ആർടിസി പണിമുടക്കില്ലെന്ന മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ പ്രഖ്യാപനം വെറും വാക്കായി. ചുരുക്കം ചില ബസ്സുകൾ മാത്രമാണ് സർവീസ് നടത്തിയത്. പലയിടത്തും സമരാനുകൂലികൾ ബസ് തടഞ്ഞു. ജോലിക്കെത്തിയവർക്കെതിരെ ചിലയിടങ്ങളിൽ കയ്യേറ്റവും ഉണ്ടായി. പണിമുടക്കിന് ഐക്യദാർഢ്യം അറിയിച്ച് സംസ്ഥാനത്തെ മന്ത്രിമാർ ഓഫീസിലെത്തിയില്ല. എന്നാൽ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം സെക്രട്ടേറിയറ്റിലെത്തി. BMS യൂണിയനും സെക്രട്ടേറിയറ്റിലെ കോൺഗ്രസ് സംഘടനയും പണിമുടക്ക് ബഹിഷ്കരിച്ചെങ്കിലും 92% ജീവനക്കാരും ഓഫീസിലെത്തിയില്ല. സർക്കാർ സ്പോൺസേഡ് പണിമുടക്കെന്ന BJP വിമർശനം ശരിവയ്ക്കുന്ന സമീപനമായിരുന്നു സംസ്ഥാന മന്ത്രിമാരുടേത്. മന്ത്രിമാരിൽ ഒരാളും ഓഫീസിലെത്തിയില്ല. ഔദ്യോഗിക വസതിയിൽ നിന്ന് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കാൽനടയായി പോയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഐക്യദാർഢ്യ പ്രഖ്യാപനം. ബഹുമാനപ്പെട്ട കേന്ദ്ര ഗവൺമെന്റ് തൊഴിലാളികളെ വിളിച്ച് സംസാരിക്കണം. എത്ര സംസ്ഥാനങ്ങളിൽ പരിപൂർണമായി പണിമുടക്ക് നടന്നു എന്നുള്ളതല്ല പ്രശ്നം. തൊഴിലാളികൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന പ്രശ്നത്തിൽ അതിന് എത്രമാത്രം കഴമ്പുണ്ട്, എത്രമാത്രം പ്രാധാന്യമുണ്ട്, എത്രമാത്രം ആവശ്യങ്ങൾ അതിലടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെന്റ് മനസ്സിലാക്കേണ്ടത്. മുതലാളിമാർക്കും ഇന്ത്യൻ കുത്തകകൾക്കും സഹായകരമായ നിലപാട് ഒരു കാരണവശാലും സ്വീകരിക്കാൻ വേണ്ടി പാടില്ല. മന്ത്രിമാർ പിന്തുണച്ചെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥരിൽ ഭൂരിഭാഗവും പണിമുടക്കാഹ്വാനം തള്ളി. ചീഫ് സെക്രട്ടറി ജയതിലകും ആഭ്യന്തര സെക്രട്ടറി വിശ്വനാഥ് സിൻഹയും കൃത്യസമയത്ത് ഓഫീസിലെത്തി. സർക്കാരിന്റെ ഡയസ്ട്രോൺ ഭീഷണി തള്ളിക്കളഞ്ഞ് രാഷ്ട്രീയ ഭേദമില്ലാതെ ഉദ്യോഗസ്ഥർ പണിമുടക്കാഹ്വാനം ഏറ്റെടുത്തെന്ന് വ്യക്തമാക്കുന്നതാണ് ഹാജർ കണക്കുകൾ. 423 ജീവനക്കാർ മാത്രമാണ് സെക്രട്ടേറിയറ്റിൽ പഞ്ച് ചെയ്തത്. മറ്റു സർക്കാർ ഓഫീസുകളിലെയും സ്ഥിതി വ്യത്യസ്തമല്ല. സെക്രട്ടേറിയറ്റിലെ കോൺഗ്രസ് സംഘടനാ നേതാക്കൾ സമരം ബഹിഷ്കരിച്ചു എന്ന് പ്രഖ്യാപിച്ചു. ഞങ്ങളെ സംബന്ധിച്ച് INTUC അല്ല ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഐറ്റം എന്ന് പറയുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ജീവനക്കാരുടെ കാര്യങ്ങളാണ്. ഇവിടെ സംസ്ഥാന സർക്കാർ ജീവനക്കാരും അധ്യാപകരെയും പരമാവധി ദ്രോഹിക്കുന്ന ഒരു സർക്കാരാണ് കഴിഞ്ഞ 9 വർഷമായി കേരളം ഭരിക്കുന്നത്. മുഴുവൻ ആനുകൂല്യങ്ങളും കവർന്നെടുത്ത ഒരു സർക്കാർ, തൊഴിലാളി വിരുദ്ധ കൈമുതലാക്കിയ ഒരു സർക്കാർ കേരളം ഭരിക്കുമ്പോൾ അവരോട് ചേർന്ന് സമരം ചെയ്യാൻ നമുക്ക് പറ്റില്ല. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം. BMS യൂണിയനും സമരവുമായി സഹകരിച്ചില്ല. പക്ഷേ ബഹിഷ്കരിച്ചെന്ന് പറഞ്ഞവർ പോലും ഓഫീസുകളിലേക്ക് കയറാത്തതോടെ സെക്രട്ടേറിയറ്റിന്റെയും സർക്കാർ ഓഫീസുകളുടെയും പ്രവർത്തനം സ്തംഭിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. സർക്കാർ ജീവനക്കാരന് മർദ്ദനം. മുല്ലപ്പെരിയാർ ന്യൂ ഡാം ഇൻവെസ്റ്റിഗേഷൻ സബ് ഡിവിഷൻ ഓഫീസിലാണ് സംഭവം. അടിമാലി വടക്കേക്കര സ്വദേശി വിഷ്ണുവിനെയാണ് സംഘം ചേർന്ന് മർദ്ദിച്ചത്. പണിമുടക്ക് ദിനത്തിൽ CPM പ്രവർത്തകർ സംഘം ചേർന്ന് മർദ്ദിച്ചുവെന്നാണ് പരാതി. പരിക്കേറ്റ വിഷ്ണു കുമളി പോലീസിൽ പരാതി നൽകി. വിവരങ്ങളുമായി പ്രിൻസ് ജെയിംസ് ചേരുന്നു. പ്രിൻസ്, ഏത് സാഹചര്യത്തിലായിരുന്നു മർദ്ദനം? വിവരങ്ങൾ എന്താണ്? രേണുക, ഇന്ന് രാവിലെ ഈ പണിമുടക്കുകൾ അനുബന്ധിച്ചാണ് ഇത്തരത്തിലൊരു സംഭവം കുമളിയിൽ അരങ്ങേറിയത്. മുല്ലപ്പെരിയാർ ന്യൂ ഡാം ഇൻവെസ്റ്റിഗേഷൻ സബ് ഡിവിഷൻ ഓഫീസിലെ ജീവനക്കാരനാണ് വിഷ്ണു. ഇയാൾ ഓഫീസിലെത്തിയപ്പോഴേക്കും സമരാനുകൂലികൾ ഇവിടെ എത്തുകയും ഓഫീസ് അടയ്ക്കണമെന്നുള്ള തുടങ്ങിയ കാര്യങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ വിഷ്ണു പ്രൊബേഷൻ പീരീഡിലാണെന്നും അതുകൊണ്ട് തന്നെ തനിക്ക് ഡ്യൂട്ടിയിൽ എത്തണമെന്നും പ്രവേശിക്കണമെന്നും അറിയിക്കുകയായിരുന്നു. അപ്പോൾ വനിതാ ജീവനക്കാരും ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ തുടർന്ന് ഇവർ വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും അസഭ്യ വാക്കുകൾ പറയുകയും ചെയ്തു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. തുടർന്ന് ഇത് കയ്യാങ്കളിയിലേക്ക് നീങ്ങുകയായിരുന്നു. വിഷ്ണുവിനെ CPM ഈ സമരാനുകൂലികളായ പ്രവർത്തകർ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പം വനിതാ ജീവനക്കാരൊക്കെ ഈ സമയത്തുണ്ടായിരുന്ന സമയത്താണ് ഇത്തരത്തിൽ മർദ്ദനം ഉണ്ടായ സാഹചര്യം ഉണ്ടായത്. തുടർന്ന് ഇയാൾ ചികിത്സയിലും കുമളി പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. രേണുക. ശരി, പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം എടവണ്ണ പഞ്ചായത്ത് ഓഫീസിലെത്തിയ ജീവനക്കാരെ സമരാനുകൂലികൾ പൂട്ടിയിട്ടു. ഒപ്പിട്ട് ടൂർ പോകാനായിരുന്നു ജീവനക്കാരുടെ പദ്ധതിയെന്ന് പ്രതിഷേധക്കാർ പറയുന്നു. വൈകിട്ട് വരെ ഇരിക്കണമെന്നാവശ്യപ്പെട്ടാണ് പൂട്ടിയത്. പിന്നീട് പോലീസ് ഇടപെട്ട് തുറന്നുകൊടുത്തു. പൊതുപണിമുടക്കിൽ KSRTC ഭാഗമാകില്ലെന്ന ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ നിലപാട് തള്ളി നേതാക്കൾ. വിഷയം മുന്നണി യോഗം ചർച്ച ചെയ്യുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. തൊഴിലാളി സംഘടനകൾ നോട്ടീസ് നൽകേണ്ടത് മന്ത്രിക്കല്ല CMDക്കാണെന്നും TP രാമകൃഷ്ണൻ പ്രതികരിച്ചു. പണിമുടക്കിനെക്കുറിച്ച് കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞത് വ്യക്തിപരമായ അഭിപ്രായമാണെന്നും ഇടതുമുന്നണി നിലപാടല്ലെന്നുമായിരുന്നു ശിവൻകുട്ടിയുടെ പ്രതികരണം.
സാധാരണ നിലയിൽ മന്ത്രിക്കല്ല നോട്ടീസ് കൊടുക്കേണ്ടത്. അതെ, അത് അതെനിക്കറിയില്ല, അത് അവരോട്. ഞാൻ അതിനെക്കുറിച്ചൊന്നും ഞാൻ ആ പ്രശ്നങ്ങളെ കുറിച്ചൊന്നും ഒരു പ്രതികരണം നടത്താൻ തയ്യാറാവുന്നില്ല. എനിക്ക് എൻ്റെ നിലപാടുണ്ട്, എൻ്റെ രാഷ്ട്രീയമായ നിലപാടുണ്ട്, CITUവിൻ്റെ നിലപാടുണ്ട്. ആ നിലപാടെല്ലാം ഞാൻ നിലനിർത്തുകയാണ്. ഞാനിവിടെ പരസ്യമായി അത്തരം പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ഒരു വിവാദത്തിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് ചർച്ച ചെയ്യാൻ അവസരമുണ്ട്. അവിടെയെല്ലാം ഈ വിഷയങ്ങൾ ചർച്ച നടത്തി ഭാവിയിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പരമാവധി കുറ്റമറ്റതാക്കുന്നതിന് വേണ്ടി നമുക്ക് ശ്രമിക്കാം. ഈ ഗണേഷ് കുമാർ പറഞ്ഞത് ഇന്നലെ ഈ സമരത്തിനെതിരായിട്ടാണ്. ഇത് മന്ത്രി ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗമായി ഗണേഷ് കുമാറിന്റെ അഭിപ്രായം പറഞ്ഞു. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ സമരത്തിന് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു പ്രസ്താവന വന്നിട്ടുണ്ട്. മനസ്സിലാക്കേണ്ടത് മുന്നണിക്കകത്ത് നിന്നുകൊണ്ട് അങ്ങനത്തെ പ്രസ്താവന വരുമ്പോൾ. അതേസമയം രാജ്യത്ത് പൊതുപണിമുടക്ക് ഭാഗികമായിരുന്നു. ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ എന്നീ മെട്രോ നഗരങ്ങളിൽ പണിമുടക്ക് ബാധിച്ചില്ല. ഒഡീഷ, ഝാർഖണ്ഡ്, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ദേശീയപാത പണിമുടക്ക് അനുകൂലികൾ ഉപരോധിച്ചു. തെലങ്കാനയിൽ ട്രക്കുകളുടെ ചരക്ക് നീക്കം നിലച്ചു. ബീഹാറിലെ ജഹാനാബാദിൽ RJD പ്രവർത്തകർ ട്രെയിൻ തടഞ്ഞു. ബംഗാളിലും ബംഗളൂരുവിലും തൊഴിലാളികൾ പ്രകടനം നടത്തി. ഹെൽമറ്റ് ധരിച്ചാണ് ബംഗാളിൽ സർക്കാർ ബസ് ഡ്രൈവർമാർ വാഹനമോടിച്ചത്.